ഹലോ! ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്ലേസിലാണ്. ഒരു കാലത്ത് കൊച്ചിയുടെയൊക്കെ മുഖമുദ്രയായിരുന്ന ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ, എറണാകുളം ടെർമിനസ്. ഇന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ എല്ലാവർക്കും വണ്ടർലസ് ക്യാസയിലേക്ക് സ്വാഗതം. വൈക്കം സത്യാഗ്രഹ വേളയിൽ നമ്മുടെ ഗാന്ധിജി വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷനാണ്. അതേപോലെ ടാഗോറും വിവേകാനന്ദനും പോലുള്ള ഒട്ടനവധി പ്രമുഖരുടെ കാല് പതിഞ്ഞൊരു മണ്ണ്. ആയിരത്തി 1902 ജൂലൈ 16 ഇവിടെ ആദ്യമായി ഒരു പാസഞ്ചർ ട്രെയിൻ വന്നത്. പിന്നീട് നോർത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പുരോഗമനമൊക്കെ വന്നപ്പോഴാണ് ഇതിൻ്റെ ശോഭ അങ്ങ് മങ്ങിപ്പോയത്. അതിനുശേഷം 1960-കളിൽ സെൻട്രൽ ഗവൺമെൻറ് ഇതിനെ ഒരു ഗുഡ് സ്റ്റേഷനാക്കി മാറ്റുകയായിരുന്നു. ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പ്രോജക്റ്റിൻ്റെ ഒരു ഭാഗമാണിത്. 2020 റെയിൽവേ ബഡ്ജറ്റിൽ 300 കോടി രൂപയാണ് ഇതിൻ്റെ പുരോഗമനങ്ങൾക്കായി നീക്കി വച്ചിരിക്കുന്നത്. കൊച്ചി മഹാരാജാവായ രാമവർമ്മ തമ്പുരാൻ പൂർണ്ണത്രേഷ്യ ക്ഷേത്രത്തിലെ സമ്പത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് നിർമ്മിച്ച ഒരു സ്റ്റേഷനാണ് നമ്മുടെ ഈ പുറകിൽ കാണുന്നത്. ഏകദേശം 42 ഏക്കർ ചുറ്റളവിൽ മംഗളവനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. നഗരത്തിന് നടുക്കുള്ള ഒരു ടൂറിസം ഏരിയയായി ഇതിപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തോന്നും, പഴയ ഓർമ്മകളിലേക്ക് പോകുന്ന പോലെ ഇടിഞ്ഞു വീണ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ. ഇത് ബാനർജി റോഡിൽ നിന്നും ഏകദേശം ഒരു 500 മീറ്റർ മാറിയാണ്. ശരിക്കും പറഞ്ഞാൽ ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് എളുപ്പം എത്താവുന്ന ഒരു സ്ഥലമാണിത്. നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന് നോക്കാം. അയ്യോ, അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. അപ്പോൾ ഇനി നമുക്ക് അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. ഇത് കാണുന്നത് ഇവരുടെ കോമ്പൗണ്ടാണ്. ഇതിൻ്റെ സൈഡിലായിട്ട് കാണുന്ന ഇവരുടെ ക്വാർട്ടേഴ്സാണ്. നമുക്കൊന്ന് സൂം ചെയ്യാം, ഇതെല്ലാം കാണാൻ പറ്റുമെന്ന് നോക്കാം. റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡ് കണ്ടു. പിന്നെ ഡിപ്പോ സ്റ്റോക്ക് യാർഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ പുറകിലൊരു വഴിയുണ്ട്.
അതിലൊന്ന് പോയി നോക്കാം. അവിടെ ഇന്നാൾ പോയപ്പോൾ ഞങ്ങൾ റെയിൽവേ ട്രാക്കൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ നോക്കാം. ഇതാണ് ഇവരുടെ ഡിപ്പോ, മെറ്റീരിയൽ ഡിപ്പോ, ഇലക്ട്രിക്കൽ ആയിട്ടുള്ള ഡിപ്പോയാണ്. ഇവിടെ നിറയെ മരങ്ങളൊക്കെ വീണ് മുഴുവൻ കാട് പിടിച്ച് കിടക്കുകയാണല്ലോ. മുന്നേ 2 ഓപ്പണിംഗ് ഉണ്ടായിരുന്നേ, പക്ഷെ അവിടെ എല്ലാം വെള്ളമായതുകൊണ്ട് എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. നിറയെ വെള്ളമാണ്, പിന്നെ താഴ്ന്നു പോകാൻ ചാൻസും ഉണ്ട്. നമുക്ക് എന്നായാലും തിരിച്ചു പോകാം. വേറൊരു ദിവസം കാണാൻ വരാം. മഴയൊക്കെ ഒന്ന് മാറട്ടെ. റെയിൽവേയുടെ വർക്ക് ഉടനെ സ്റ്റാർട്ട് ചെയ്യുമെന്ന് തോന്നുന്നു. എൻട്രി എക്സിറ്റ് ഗേറ്റൊക്കെ അടച്ചേക്കുന്നു. ഇവിടെ വരാൻ എളുപ്പമാണ് കേട്ടോ. നമ്മുടെ ഹൈക്കോടതി ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ്ങിൽ നിന്ന് ഒരു 500 മീറ്റർ മുന്നോട്ട് മാറുമ്പോഴാണ്. മറ്റൊരു ദിവസം വന്ന് കാണാം വലിയ കാഴ്ചയൊക്കെ. അപ്പോൾ അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.